2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ശേഷം ഇസ്രായേലിനെതിരായ സൈബർ ആക്രമണങ്ങൾ മൂന്നിരട്ടി വർദ്ധിപ്പിച്ചതായി റിപ്പോർട്ട്. ഇസ്രായേൽ നാഷണൽ സൈബർ ഡയറക്ടറേറ്റിന്റെ ഡെപ്യൂട്ടി മേധാവി നിറ്റ്സാൻ അമലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ടെല്ലവീവിൽ നടന്ന വാർഷിക സൈബർ ടെക് കോൺഫറൻസിലാണ് ഇസ്രായേലിനെതിരായ സൈബർ ആക്രമണങ്ങളെക്കുറിച്ച് ഇസ്രായേൽ നാഷണൽ സൈബർ ഡയറക്ടറേറ്റിന്റെ ഡെപ്യൂട്ടി മേധാവി നിറ്റ്സാൻ അമർ വ്യക്തമാക്കിയത്. 2023 ഒക്ടോബർ 7 ഹമാസ് ഭീകരാക്രമണങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ഇസ്രായേലിനെതിരായ സൈബർ ആക്രമണങ്ങളുടെ തീവ്രത മൂന്നിരട്ടിയായി വർദ്ധിച്ചു. ഇറാനും ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഇറാന്റെ പ്രോക്സികളും ഹാക്കിംഗിൽ പങ്കുചേർന്നതോടെയാണ് സൈബർ ആക്രമണങ്ങൾ വർദ്ധിച്ചതെന്നും ഡെപ്യൂട്ടി സൈബർ പ്രതിരോധ മേധാവി നിറ്റ്സാൻ അമർ പറഞ്ഞു. കഴിഞ്ഞ വർഷം ഒരു സാധാരണ വർഷമായിരുന്നില്ല, മറിച്ച് ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. ഒക്ടോബർ 7 ശേഷം ഇസ്രായേൽ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും ഭീകരപ്രവർത്തനങ്ങളുടെ വ്യാപ്തിയിൽ വലിയ വർധനവ് ഞങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ട്. ശത്രുക്കളുടെ ശ്രമങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇസ്രായേൽ സ്ഥാപനത്തെ ലക്ഷ്യം വെച്ചുള്ള ഒരു ആക്രമണത്തിനും ഇസ്രായേലിന്റെ ദേശീയ അടിസ്ഥാന സൗകര്യങ്ങളെയോ ദൌത്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള IDFന്റെ പ്രവർത്തന സ്വാതന്ത്ര്യത്തെയോ ദോഷകരമായി ബാധിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അമർ പറഞ്ഞു. ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തി ഇസ്രായേൽ പൗരന്മാരുടെ ദൈനംദിന ജീവിതം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന ഫിഷിംഗ് ആക്രമണങ്ങളിൽ ഇസ്രായേലിൽ 300% വർധനവ് ഉണ്ടായതായും ഇത് ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്നതാണെന്നും അമർ മുന്നറിയിപ്പ് നൽകി. ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് ആക്രമണങ്ങൾ, മാനേജഡ് സർവീസ് പ്രൊവൈഡർ വഴിയുള്ള സൈബർ നുഴഞ്ഞുകയറ്റങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചും അമർ പരാമർശിച്ചു. യുദ്ധകാലത്ത് ദേശീയ സൈബർ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനായി സൈബർ ഡോം പരിപാടി നടപ്പിലാക്കിയിരുന്നതായും സൈബർ ഭീഷണികളെ ലഘൂകരിക്കുന്നതിനായി നൂതന പ്രതിരോധ സാങ്കേതിക വിദ്യകൾ വിന്യസിച്ചതായും അമർ പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കീന ന്യൂസ്.